ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിലൂടെയാണ് കേട്ടോ. അതെ, കൊച്ചി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രണ്ട് കാര്യങ്ങളാണല്ലേ. ഒന്ന് ഈ ഹാർബർ പാലം, രണ്ട് ചീനവല. കൊച്ചി തുറമുഖത്തു നിന്നും കരയിലേക്ക് നിർമ്മിച്ച പാലമാണ് കൊച്ചി ഹാർബർ പാലം അഥവാ മട്ടാഞ്ചേരി പാലം. ഇതിന് നേതൃത്വം കൊടുത്തത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. ഉരുക്ക്, തടി എന്നിവ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തം നീളം ഏകദേശം 486 മീറ്ററോളം വരുമത്രേ. റോബർട്ട് ബ്രിസ്റ്റോയുടെ നേതൃത്വത്തിൽ ഗാൻമൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ലിമിറ്റഡ് ആണ് ഈ പാലം പണി കഴിപ്പിച്ചത്. ഇതിന് ഏകദേശം 25 കോടിയോളം ചെലവ് വന്നു എന്നാണ് പറയപ്പെടുന്നത്. പഴയ പാലം തുറന്നു കൊടുത്തത് 1940കളിലാണെങ്കിൽ ഈ കാണുന്ന പുതിയ പാലം തുറന്നു കിട്ടിയത് 1998ലാണ്. ഈ പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുൻ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ ചരക്ക് കപ്പൽ ഈ വഴി പോകുമ്പോൾ പാലം വഴിമാറി കൊടുക്കാറുണ്ട് എന്നതാണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതിൽ കൂടെ ചെറുകിട വാഹനങ്ങൾ മാത്രമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ കൊച്ചിയുടെ ഭംഗി അല്ലെങ്കിൽ തോപ്പുംപടി പാലത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്ന അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊച്ചി ചീനവല തന്നെയാണ്. ഈ പാലത്തിൻ്റെ ഇരുവശത്തൂടെയും പോകുമ്പോൾ വീശുന്ന ഒരു കാറ്റുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയില്ലേ തെക്കൻ കാറ്റ് വീശണു എന്നൊക്കെ, അതുപോലെ നല്ലൊരു ഫ്രഷ് എയർ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു വൈബായിരുന്നു നമുക്ക് ആ യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കൊച്ചി. ഷൂട്ടിംഗ് ലൊക്കേഷൻ മാത്രമല്ല, നമ്മുടെ പല താരരാജാക്കന്മാരും താമസിക്കുന്നത് കൊച്ചിയിലാണ് കേട്ടോ. ഇനി ചീനവലയെ പറ്റി പറയുകയാണെങ്കിൽ, ചൈനീസ് ഫിഷിംഗ് നെറ്റ്, അതായത് കരയിൽ നിന്നും ആഴം കുറഞ്ഞ തീരങ്ങളിലേക്ക് നാട്ടുന്ന ഒരു അസാധാരണമായ മത്സ്യബന്ധന സംവിധാനമാണ് ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ് അല്ലെങ്കിൽ ചീനവല എന്ന് പറയുന്നത്. വലിയ മുള കൊണ്ടുള്ള ചട്ടത്തിൽ ഘടിപ്പിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന ഒരു തരം വലയാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റ്. അതൊരു കുമ്പിളിൻ്റെ ആകൃതിയിൽ വല ചട്ടത്തിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കും. ചട്ടമടക്കം താഴേക്കും മുകളിലേക്കും ചലിപ്പിക്കാവുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ കൊച്ചിയിൽ, എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത്. ഇനി ഓരോ വലയ്ക്കും 20 മീറ്ററോളം വീതി കാണും. അതായത് വലിയ കമ്പുകളിൽ നാട്ടിയ ഓരോ വലയ്ക്കും 20 മീറ്ററോളം വീതി കാണും. 10 മീറ്ററോളം ഉയരവുമുണ്ട്. ഒരു കപ്പിയും വലിച്ചു കെട്ടിയ ഒരു വലയുമാണ് പ്രധാന ഘടകങ്ങൾ. എതിർഭാഗത്ത് വലിയ കല്ലുകൾ കയറിൽ കെട്ടി പ്രതിഫലങ്ങളായി ഉപയോഗിക്കുന്നു. ഓരോ വലയും പ്രവർത്തിപ്പിക്കാൻ ചിലപ്പോൾ 6 അല്ലെങ്കിൽ അതിലേറെ മത്സ്യത്തൊഴിലാളികൾ വേണ്ടിവരും. ഒരാൾ നടുക്കുള്ള പ്രധാന കമ്പിൽ കൂടി നടന്നാൽ പോലും വെള്ളത്തിലോട്ട് വല താഴ്ന്നു പോകുന്ന വിധത്തിൽ സന്തുലിതാവസ്ഥയിലാണ് ചീനവലകൾ. വല ഉയർത്തുന്നതിന് മുമ്പ് കുറച്ചു നേരത്തേക്ക് മാത്രമേ വല വെള്ളത്തിൽ താഴ്ത്തുന്നുള്ളൂ. കുറച്ച് മത്സ്യങ്ങളും ഞണ്ട്, കൊഞ്ച് തുടങ്ങിയവ മാത്രമേ ഓരോ കൊയ്ത്തിലും ലഭിക്കുള്ളൂ. ഇവ വഴിപ്പോക്കർക്ക് മിനിറ്റുകൾക്കുള്ളിൽ വിറ്റുപോവുകയും ചെയ്യുന്നു. ചീനവലയിലെ പ്രതിബന്ധങ്ങളുടെ സംവിധാനം സവിശേഷമാണ്. 30 സെന്റിമീറ്ററോളം വ്യാസമുള്ള പാറകൾ കയറിൽ നിന്ന് പല ഉയരങ്ങളിലേക്കായി തൂക്കിയിട്ടിരിക്കുന്നു. വല ഉയർത്തുമ്പോൾ കല്ലുകൾ ഒന്നൊന്നായി കരയിലേക്ക് പ്രതലത്തിൽ വന്നു നിൽക്കുന്നു. അങ്ങനെ പാറകളും വലയും തമ്മിൽ സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ ഈ ചീനവല വേലിയേറ്റ സമയത്ത് കായലിലെ ജലനിരപ്പ് അനുസരിച്ച് പല സമയത്താണ് പ്രവർത്തിക്കുക. എല്ലാ വലകളും കായലിൽ താഴ്ത്താൻ കഴിയുകയുമില്ല. മീനുകളെ ആകർഷിക്കുന്നതിന് വലയിൽ ഭക്ഷണ സാധനങ്ങൾ വിതറുകയും രാത്രികാലങ്ങളിൽ വലയുടെ മധ്യഭാഗത്ത് ദണ്ഡിൽ വിളക്കും വെക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച്, കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ മീനിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. എന്നിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ജങ്കാറിൽ പോകണം എന്ന് പറഞ്ഞു. ജങ്കാറിനെ പറ്റിയിട്ടൊരു സംസാരം വന്നപ്പോൾ അവർക്ക് ജങ്കാറിൽ പോകണം. അപ്പം ഞങ്ങളുടെ അടുത്ത യാത്ര ജങ്കാറ് തേടിയിട്ടാണ് കേട്ടോ. അതെ, കരയുടെ മറുവശത്തേക്ക് ആൾക്കാർ പോകാനായിട്ട്, യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപാധിയാണ് ഈ ജങ്കാർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ജങ്കാറിൽ കയറാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇതാ ജങ്കാറിൽ കയറി. കണ്ടില്ലേ, പിന്നിലേക്ക് നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മക്കളുടെയും എൻ്റെയും രതീഷേൻ്റെ ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ജങ്കാർ യാത്ര എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അതായത് കടലിൻ്റെ നടുക്കുകൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്, കടലിൻ്റെ മൊത്തം ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ ചീനവലയൊക്കെ നമുക്കിങ്ങനെ ജങ്കാറിനൂടെ യാത്ര ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലേ. എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം റോഡ് മാർഗം 12 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1 കിലോമീറ്റർ മാത്രമാണ് ജലമാർഗ ദൂരം എന്ന് പറയുന്നത്. കേരള ചരിത്രത്തിൻ്റെ സുപ്രധാന പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട്. സാന്റാക്രോസ് ബസിലിക്ക തുടങ്ങിയ പല വിനോദസഞ്ചാര ആകർഷണങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഡച്ച് സെമിത്തേരി, ഈ ചീനവലകൾ തുടങ്ങിയ പല ചരിത്ര സ്മാരകങ്ങളും കൊച്ചി ഫോർട്ടിലുണ്ട്, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഒരുപാട് തദ്ദേശീയരും അല്ലെങ്കിൽ അവിടെ സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള ഒരുപാട് വിനോദസഞ്ചാരികൾ ഫോർട്ട് കൊച്ചി സന്ദർശിക്കുന്നു. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മെറൈൻ ഡ്രൈവ് ആണല്ലേ. അവിടേക്കും ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ കൊച്ചി യാത്രയുടെ വിശേഷണങ്ങളൊന്നും ഇനിയും അവസാനിക്കുന്നില്ല, പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിങ്ങനെ നീണ്ടുകൊണ്ടേ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. കൊച്ചിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ബൈ ഫ്രം ബാംഗ്ലൂർ മലൂസ്.